ചാകണമെന്നാ നീ വിചാരിക്കുന്നേ? ഇന്ന് രാവിലെ യേശുവിന് നിന്നോട് പറയാനുള്ളത്, നീ മരിക്കണ്ട. ഞാൻ ഈ ചേച്ചിയോട് ദൂത് പറഞ്ഞപ്പോൾ നീ അവിടെ ഇരുന്ന് പറഞ്ഞു, ദൈവമേ എന്നെയും കൂടെ തൊട്ടിട്ടേ പോകാമെന്ന്. ഇന്ന് രാവിലെ യേശു നിന്നെ തൊടാനായിട്ട് പോവാ. കരമടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആദരങ്ങളെ തുറന്ന് ഇന്ന് രാവിലെ നന്ദി പറഞ്ഞ് ഈ അതുല്യ ഇന്ന് രാവിലെ രക്ഷപ്പെടാൻ പോവാ. ഇവളെ കൂട്ടിക്കെട്ടിയ സകല കെട്ടുകളെയോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ അതിനെ അഴിച്ചുവിടാൻ പോവാ. നീ മരിക്കാൻ വേണ്ടി പദ്ധതി കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് വന്നതാ. ചാകണമെന്നാ നീ വിചാരിക്കുന്നേ? ഇന്ന് രാവിലെ യേശുവിന് നിന്നോട് പറയാനുള്ളത്, നീ മരിക്കണ്ട. ദൈവം നിനക്ക് വേണ്ടി മരിച്ചതാ. എല്ലാരും കൂടെ യേശുവേ യേശുവേ എന്ന് വിളിക്കാവുന്ന എല്ലാരും കൂടെ ആദരമൊന്ന് തുറന്ന് യേശുവേ എന്ന് എല്ലാരും കൂടെ ഒന്ന് വിളിച്ചേ. ആദരം തുറന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ഈ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാവിലെ അവിടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ അത്ഭുതമൊക്കെ ഉണ്ടാകട്ടെ. എന്നോട് ദൈവം പറയുന്നത്, മോളെ നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അവിടെ ഒന്ന് പിടിക്കുമോ? നീ അവിടെ ഇരുന്നാ മതിയാവും. നീ എന്നെ നോക്ക്. നിന്റെ പേര് പറ, അതുല്യ. ഒരു സമയം തൊട്ട് ജീവിതത്തിൽ മൊത്തം സ്വസ്ഥതക്കേടാ. ആദ്യം ജീവിക്കാൻ തുടങ്ങി, അത് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് വലിയ പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് കയറി വന്നു, അതും വലിയ പ്രശ്നമാണ്. അമ്മേ നമുക്ക് സ്വസ്ഥതയില്ല. അവള് ചാകാൻ തീരുമാനം എടുത്തിട്ടാ വന്നേക്കുന്നത്. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ പ്രിയരെ? അവള് പദ്ധതി ഒരുക്കിയിട്ട് വന്നതാ. ഇന്ന് രാവിലെ ആ പിശാചിന്റെ പദ്ധതി ക്യാൻസൽ ആകുക. കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കുന്ന ആളുകൾ എല്ലാരും കൂടെ യേശുവേ എന്ന് ഉറക്കി ഒന്ന് വിളിച്ചേ. ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആദരങ്ങളൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചേ. 28 വയസ്സുണ്ട്. എത്ര വയസ്സുണ്ടായി? അമ്മ ഒന്ന് പിടിച്ചെഴുന്നേപ്പിച്ച അവിടെ പിടി. എത്ര വയസ്സുണ്ടായി? സങ്കടം കാണാൻ തുടങ്ങി. നിങ്ങൾ കേട്ടോ, ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ അവര് സമാധാനം കണ്ടിട്ടില്ല. അമ്മ കുടിക്കുമായിരുന്നു. ഈ ആത്മഹത്യക്ക് എന്താ ചെയ്തേ? എന്താ 50 ഗുളിക കഴിച്ചു, മരിക്കാൻ. ചത്തില്ല. എടി, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ഇവളെ നിങ്ങള് സ്നേഹിതരെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരാൾ മരിച്ചിട്ടാ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി. എലോഹീമിന്റെ പ്രത്യേകത മരണം അഴിച്ചുവിടുന്ന സ്ഥലമാണ്, ജീവൻ കൊടുക്കുന്ന സ്ഥലമാണ്. കാൽവരി ക്രൂശിൽ ഞാൻ കണ്ടത്, എൻ്റെ യേശു മരിച്ചിട്ട് 3-ാമത്തെ ദിവസം കല്ലറകളെ ഭേദിച്ചേ. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാവിലെ ഇവിടെ അകത്ത് യേശു കയറട്ടെ പ്രിയരെ. അവള് ശരിക്കും ഇതുപോലത്തെ ആരാധനയിൽ ആദ്യമായിട്ടിരിക്കുക. ഇവിടും ആദ്യമായിട്ട് വന്ന അവൾക്ക് എന്നെ പരിചയമില്ല, എനിക്ക് അവളെയും പരിചയമില്ല. പക്ഷെ അവളെ എന്നെയും കൂടെ അറിയാവുന്ന ഒരാൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ആളിന്റെ പേര് യേശു എന്നാണ്. ആളിന്റെ മക്കളെ, ഞാൻ ഇന്ന് രാവിലെ നിന്നെ ഒരു പ്രവചനം പറഞ്ഞു വിടുക. മരിക്കല്ല, ഇനി ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യക്ക് വേണ്ടിയുള്ള എല്ലാ സ്ഥാനം എടുത്ത് മാറ്റിക്കോ. ഇനി ആത്മഹത്യ ചെയ്യരുത്. ജീവിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം. യേശു നിന്റെ കൂടെ ഉണ്ട്, ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ കൈയടിച്ചൊരു ആദരമൊന്ന് തുറന്നൊന്ന് നാവ് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച ആ ദൈവത്തിന് ഒരു നന്ദി പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് നന്ദി പറഞ്ഞു. മോളെ, ഞാൻ നിന്നോടൊരു പ്രവചനം പറയുക. അവന്റെ പേര്, മോന്റെ പേര്, അവന്റെ അകത്തെ മദ്യത്തിൽ കൈവശമാണ് കേട്ടോ. കുടിച്ച അവൻ വേറൊരാളാ കേട്ടോ. കുടിച്ചില്ലേ അവന് ഒരു കുഴപ്പമില്ല, പക്ഷെ കുടിച്ചാൽ അവൻ്റെ അത്രയും കൊള്ളാത്ത ഒരുത്തനില്ല. ആ ഒരു അവസ്ഥയിൽ അവൻ്റെ കയ്യിലുള്ള പ്രശ്നമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്തു പ്രശ്നം ഉണ്ടെങ്കിലും ചാകരുത്. ഒരിക്കൽ നീ ട്രൈ ചെയ്തിട്ട് ചത്തില്ല. 1 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ നിന്നെ? അന്ന് കൊണ്ടുപോയി.
ഇനി മരിക്കും. ശരി, നിങ്ങളെ കൈ ഒന്ന് എട്ടിപ്പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് എഴുന്നേറ്റുന്നേ. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ മോക്ക് നേരെ ആ കരം ഒന്ന് നീട്ടിപ്പിടിച്ച്, എത്ര വലിയ സ്നേഹത്തിന്, ഇത്ര വലിയ കരുതലിന്, ഇത്ര വലിയ ദൈവ പ്രവർത്തിക്കുക. പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചോ ഈ രാവിലെ. സ്നേഹിതരെ, ഈ മോൾക്ക് വേണ്ടി കരമൊന്ന് നീട്ടിപ്പിടിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ കരമൊന്ന് നീട്ടിപ്പിടിച്ചേ. പ്രാർത്ഥിക്കുന്ന എല്ലാവരും കൂടെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. വിസ്മയെ പോലൊരു ആത്മഹത്യയുടെ പടം പെരുന്നാടെന്ന തലക്കെട്ടിൽ നമ്മൾ പത്രത്തിൽ വായിച്ചേനെ. ഇന്ന് രാവിലെ യേശു ആത്മഹത്യ ക്യാൻസൽ ചെയ്യുക. അവക്ക് ഇന്ന് രാവിലെ ദൈവം ജീവൻ കൊടുക്കുക. എന്നോട് ദൈവം പറയുന്നത് നീ മരിക്കുകയല്ല കേട്ടോ, നീ ഒരു അത്ഭുതമായിട്ട് മാറും. നിന്റെ ചെറുപ്രായം തൊട്ട് നീ കണ്ട സകല കഷ്ടതകളും നിന്റെ ജീവിതത്തിൽ നിന്ന് രാവിലെ മാറിപ്പോകും. നിന്റെ ലൈഫിനകത്തൊരു പുതിയ അധ്യായം എൻ്റെ ദൈവം ഇന്ന് രാവിലെ എഴുതി ചേർക്കാൻ പോകുകയാ. നീ ഒരു പുതിയ ആളായിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. നീ ഒരു അസാധാരണമായ അത്ഭുതമായി മാറും. നിന്റെ ജീവിതത്തെ കൊച്ചുപ്രായത്തിൽ കുരുക്കി കെട്ടിയ ഒരു 4-ാം വേദത്തിന്റെ കെട്ട് നിന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച് ആത്മാവിൽ ആ ബന്ധനത്തെ പൊട്ടിച്ചു വിടുക. ഇവള് സ്വതന്ത്രയാകട്ടെ യേശുവിൻ നാമത്തിൽ. ഇവൾ അത്ഭുതമാകട്ടെ യേശുവിൻ നാമത്തിൽ. ഇവളെ ദൈവപ്രവൃത്തിയാകട്ടെ യേശുവിൻ നാമത്തിൽ. മോളെ, ഇനിയുള്ള ആയുസ് മുഴുവൻ യേശുവിന് വേണ്ടി ജീവിക്കണം. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ. ആദ്യനും അന്ത്യനും, ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ചില വീട്ടുകളിലേക്ക് ഈ രാവിലെ ദൈവ സാന്നിധ്യം ക്ഷണിക്കുന്നു. ചില വിചാരങ്ങൾ ദൈവം മാറ്റിയെടുക്കാൻ തുടങ്ങുന്നു. നിനക്ക്
നിനക്കെതിരെയുള്ള വിചാരങ്ങളെ, നിന്റെ കുടുംബത്തിനെതിരെയുള്ള വിചാരങ്ങളെ ഇന്ന് രാവിലെ ദൈവം ഉടച്ചു കളയാൻ തുടങ്ങുന്നു. നിന്റെ തലമുറയ്ക്കെതിരെ നാമത്തിനാരാധന രാജാധിരാജാവി ആരാധന എല്ലാ പ്രശംസയ്ക്കും യോഗ്യനു നീ